സൈലം ലേണിംഗ് ആൻഡ് മിസ് ആണ്. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആനുവൽ എക്സാം ഇത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില മക്കൾക്ക് ഇപ്പോഴാണ് ഇന്റഗ്രേഷൻ 1ന്റെ ഇന്റഗ്രേഷൻ 2ന്റെ ഇന്റഗ്രേഷൻ 3ന്റെ ഒക്കെ എക്സാം വരുന്നത്. അപ്പൊ അതിനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെ കുറിച്ച് വിവരണം എഴുതൂ. നമുക്ക് ധാരാളം കളികൾ ഇഷ്ടമായിട്ടുണ്ടാവും അല്ലെ. കാരണം ചിലപ്പോൾ നമുക്കറിയാം സാറ്റ് കളി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അതുപോലെ തന്നെ കുളങ്കര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുളങ്കര എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഒരു നാടൻ കളിയെ പറ്റിയുള്ള ഒരു വിവരണം തന്നെ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ അതാണ് മക്കൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് കുളങ്കര കളിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. കളിസ്ഥലത്ത് വലിയ ഒരു വട്ടം വരയ്ക്കുക. ആ വട്ടത്തിന് പുറത്തായിട്ട് എല്ലാവരും നിൽക്കണം. കുളം എന്ന് പറയുമ്പോൾ വട്ടത്തിനുള്ളിലേക്ക് ചാടുകയും കര എന്ന് കേൾക്കുമ്പോൾ വട്ടത്തിന് പുറത്തേക്ക് ചാടുകയുമാണ് ചെയ്യേണ്ടത്. കര എന്ന് പറയുമ്പോൾ വട്ടത്തിനകത്തോട്ട് ചാടുന്നവരും കുളം എന്ന് പറയുമ്പോൾ വട്ടത്തിന് പുറത്തുള്ളവരും എന്ത് ചെയ്യും? കളിയിൽ നിന്ന് ഔട്ടാവും, അതായത് കളിയിൽ നിന്ന് പുറത്താകും. അവസാനം വരെ തെറ്റാതെ കളിക്കുന്ന ആൾ ആരാണോ അവരാണ് ഈ ഒരു കുളംകരയിലെ വിജയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നാടൻ കളിനെ പറ്റി കുറച്ച് സെന്റൻസുകൾ, കുറച്ച് വാചകങ്ങൾ മക്കളെ എന്ത് ചെയ്യുക, ഇതുപോലെ എഴുതാൻ വേണ്ടി പഠിക്കണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തെല്ലാം ചേരുവകൾ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാവോ? നമുക്കിപ്പം നമ്മുടെ പാഠഭാഗത്ത് തന്നെ നമ്മൾ അവല് കുഴച്ചതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഐറ്റം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്വന്തം സാമ്പാർ. ഈ സാമ്പാർ ഉണ്ടാക്കാൻ എന്തെല്ലാം ചേരുവകളാണ് വേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അമ്മ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി തരുന്നത്? അപ്പൊ അത് ഓരോന്ന് മക്കളെ എന്ത് ചെയ്യുക, ഈ കാണുന്ന എഴുതിയിട്ട് നിങ്ങൾ പദസൂര്യൻ പൂർത്തിയാക്കണം. എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടി വരും? പരിപ്പ് വേണം, മസാല വേണം, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ വേണം, സവാള, വെണ്ടയ്ക്ക, തക്കാളി, ഇവയെല്ലാം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് വേണം. അപ്പൊ ഇത് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം: എണ്ണയിൽ ചുട്ടെടുത്തവ ഏതൊക്കെയാണെന്ന് വരച്ച് യോജിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എണ്ണയിൽ ചുടാനായിട്ട് നമുക്കൊരു പാത്രം വേണമല്ലോ. ആ പാത്രമാണ് കേട്ടോ മക്കൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മളോട് ഈ കൊടുത്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ കൊഴുക്കട്ട, അത് നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നതാണോ? അല്ല. അതുപോലെ തന്നെ പപ്പടം നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് വരച്ച് യോജിപ്പിക്കാം. ഇനി അടുത്തതാണ് ഇടിയപ്പം നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നതാണോ? അല്ല. ഉഴുന്നുവട എന്താണ്? നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നതാണ്. ഇനി പുട്ട് നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നതാണോ? അല്ല. തരിയുണ്ട നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നതാണോ? അല്ല. ബിസ്ക്കറ്റ് ആണോ? അല്ല. നെയ്യപ്പമോ? യെസ്, നെയ്യപ്പം നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നതാണ്. അതുപോലെ തന്നെ പായസം നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ബജി നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നുണ്ടോ? അപ്പൊ ഉത്തരങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ബജിയുണ്ട്, നെയ്യപ്പമുണ്ട്, ഉഴുന്നുവടയുണ്ട്, പപ്പടമുണ്ട്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നവയിൽ ഈ 4 എണ്ണമാണ് നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുന്നത്. അപ്പൊ ആഹാര സാധനങ്ങള് ആവിയിൽ വേവിക്കുന്നവ ഏതൊക്കെ, എണ്ണയിൽ ചുട്ടെടുക്കുന്നവ ഏതൊക്കെ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മക്കൾ നിർബന്ധമായും കാണണം, എന്നിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാനായിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.